ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോള് ഉറങ്ങിയില്ലായിരുന്നോ? ഇല്ല, ഭയങ്കര ബോറടി. എങ്കിൽ പിന്നെ ഇരിക്ക്, നമുക്ക് സംസാരിച്ചോണ്ടിരിക്കാം. ബെസ്റ്റ്. ഇപ്പൊ ചെറിയ ബോറടിയല്ലേ ഉള്ളൂ. ഇദ്ദേഹത്തോട് സംസാരിച്ചിരുന്നാലേ കൂടും. എണീക്കടാ അവിടുന്ന്. എന്റെ മടി കിടന്ന് എന്നെ കളിയാക്കുന്നോ? ഞാൻ വെറുതെ പറഞ്ഞാട്ടോ. എടുത്തിരിക്കെ, നമുക്ക് സംസാരിച്ചിരിക്കാം. സാറേ, വാതിലൊന്ന് തുറക്കോ സാർ. ഇതാരായി നേരത്തെ? സാർ, നിങ്ങൾ ഇരിക്ക, ഞാൻ പോയി നോക്കാം. നിങ്ങൾ എന്താ ഈ രാത്രിയില്? മോളെ. മോളോ? ആരുടെ മോള്? മാഡം, സീതയ്ക്കൊരു വയ്യായിക, ബോധം പോയ അവസ്ഥയില്. അവളെ ഒന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതിന് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് ഇടിച്ചു കയറി വരുന്നത്? വല്ല ഓട്ടോയും വിളിച്ചു കൊണ്ടുപോയാ പോരായിരുന്നോ? മഹിയെ കണ്ട് കാര്യം പറയാന്ന് കരുതി വന്നതാ. ഒന്ന് വേഗം ഹോസ്പിറ്റലിൽ എത്തിച്ചാലേ പറ്റൂ. അവക്ക് കുറച്ച് സീരിയസാ. ഈ മഹി എന്ന് പറയുന്ന ആള് ഇവിടുത്തെ ഡ്രൈവർ അല്ല. നിങ്ങൾ പോ. മാഡം പ്ലീസ്, ജെയിൻ സാറിനെയോ മഹി സാറിനെയോ ആരെങ്കിലും ഒന്ന് വിളിക്ക്. അത്ര സീരിയസ് ആയതുകൊണ്ടാ ഞാൻ ഈ നേരത്ത് വന്നത്. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മാഡം, ഇവിടെ നിന്ന് ആരും വരാൻ പോകുന്നില്ല. മാഡം പ്ലീസ്. ചന്ദ്രലേക്ക് എന്താ ഈ സമയത്ത്? സർ, സീതയ്ക്ക് വയ്യണ്ടായി, വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. മഹി സാർ കൂടി വന്നാ. മഹി, നീ പോയി നോക്ക്, എന്നിട്ട് വേഗം സീത ഹോസ്പിറ്റലിൽ എത്തിക്ക്. ശരി അച്ഛാ. വാ ചന്ദ്രാമേ. വാ. എന്തിനാ അച്ഛാ ജോലിക്കാർക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? അവർക്ക് വല്ല ഓട്ടോയും വിളിച്ചു പോയാ പോരെ? സീതയ്ക്ക് എന്താ പറ്റിയെന്ന് നമുക്കറിയില്ലല്ലോ മോളെ. ഇനി വല്ല സീരിയസ് ഇഷ്യൂ ആണെങ്കിൽ വേഗം ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടേ? സീതയും ചിന്നുമൊക്കെ നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെയല്ലേ. അപ്പോ അവർക്കൊരു അത്യാവശ്യം വന്നാ നമ്മളല്ലേ ഉള്ളൂ. മുതലാളിയും ജോലിക്കാരും എന്നൊരു വേർതിരിവില്ല ഇവിടെ. എല്ലാരും ഒരുപോലെ. മോളും അവരെ അങ്ങനെ വേണം കാണാൻ.